പ്രൈസ് ദി ലോർഡ്. ബസാലേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബസാലേൽ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒരു ആമുഖം നൽകട്ടെ. വിശുദ്ധ ബൈബിളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം 31 അധ്യായം 1 വാക്യത്തിൽ ബസാലേൽ എന്ന ശില്പിയെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. 2-3 വാക്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നു. ബസാലേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ തണലിൽ വസിക്കുന്നവൻ എന്നാണ്. നമ്മളിൽ ആരാണ് സുഹൃത്തെ ദൈവത്തിന്റെ തണലിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കാത്തത്? ദൈവം നമ്മളെ എല്ലാവരെയും ദൈവത്തിന്റെ തണലിലേക്ക് ക്ഷണിക്കുന്നത് വിശുദ്ധ വചനത്തിലൂടെയാണ്. മോശയ്ക്ക് ഇസ്രായേൽ മക്കളെ കാനാൻ ദേശത്തേക്ക് നയിക്കുവാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ആയുധം വടിയാണ്. ആ വടി ഉപയോഗിച്ച് ചെങ്കടൽ പിളർത്തുകയും പാറയിൽ നിന്ന് വെള്ളം കൊടുക്കുകയും ജനത്തെ വാഗ്ദത്ത ഭൂമിയിലേക്ക് മോശ നയിച്ചു. പുതിയ നിയമത്തിലെ മക്കളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയ ആയുധം വിശുദ്ധ ബൈബിളാണ്. വിശുദ്ധ ബൈബിളിലെ എഴുത്തുകാർ പരസ്പരം കണ്ടിട്ടില്ല. 4 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്ന് 40 എഴുത്തുകാർ 1500 വർഷം കൊണ്ട് എഴുതിയതാണ് വിശുദ്ധ ബൈബിൾ. 40 എഴുത്തുകാർ എന്ന് പറയുന്നില്ല, 40 എഴുത്തുകാരിലൂടെ പരിശുദ്ധാത്മാവാണ് ഈ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് എഴുതി 73 ഗ്രന്ഥങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നത്. കർത്താവിൻ്റെ ആത്മാവ് അവരിലൂടെ പ്രവേശിച്ച് അവരെ ഈ വിശുദ്ധ ഗ്രന്ഥം എഴുതുവാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ജീവനില്ലാത്ത വാക്കുകളല്ല വിശുദ്ധ ബൈബിൾ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയമാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4 അധ്യായം 12 വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും മജ്ജയെയും മാംസത്തെയും തുളച്ചു കയറുമെന്ന വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ഇന്ന് ഈ യൂട്യൂബ് ചാനൽ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ എന്തെങ്കിലും ഭാരപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വിഷമത്തിലാഴ്ത്തുന്നുണ്ടെങ്കിൽ, സ്വർഗം നിങ്ങൾക്ക് നൽകുന്ന ദൈവത്തിൻ്റെ വചനമെന്ന് പറയുന്നത് പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായം 6 വാക്യമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടത്തെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഒരു ദൈവത്തിൻ്റെ തണലിലേക്കാണ് ബസാലേൽ എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.